ടിക്കറ്റ് ടു ഫിനാലയുടെ അവസാനത്തെ റൗണ്ടായ ഉല്ലാസയാത്ര എന്ന് പറഞ്ഞ ടാസ്ക് സ്റ്റാർട്ടായിട്ടിരിക്കുകയാണ്. ഒരു കാറിനകത്ത് 8 കണ്ടസ്റ്റൻറ്റുകൾ ഒരുമിച്ച് സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്നിട്ട് ബസർ അടിക്കുമ്പോൾ കയറി കാറിലിരിക്കണം. ഡോറ് തുറക്കാൻ പാടില്ല, കാറിലിരുന്ന് ഉറങ്ങാൻ പാടില്ല, കൈ കാൽ പുറത്തിടാൻ പാടില്ല, നിലത്ത് തൊടാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെയാണ് റൂള്. ബസർ അടിക്കുന്നതിന് മുമ്പ് തന്നെ ബിഗ് ബോസ് 1, 2, 3 എന്ന് പറഞ്ഞു. 1, 2, 3 പറഞ്ഞപ്പോഴും തന്നെ ആൾക്കാർ ഓടി. ബസർ അടിച്ചില്ല, അതിന് മുന്നേ ഓടി. അവസാനം ഓടി എത്തിയത് നമ്മുടെ അക്ബറാണ്. അക്ബർ വന്നപ്പോഴത്തേനും എല്ലാവരും കാറിൽ കയറി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട് സീറ്റിലിരുന്നത് അനീഷും നൂറയും ആര്യനും കൂടാണ്. ഏറ്റവും വൃത്തികെട്ട ഗെയിമാണ് നൂറ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാറിനകത്ത് ഫ്രണ്ട് 2 പേർക്ക് മാത്രമേ ഇരിക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് നൂറ പറയുന്നത്. ബാക്കിൽ 5 പേര് ഇരിപ്പുണ്ട്, ഫ്രണ്ടിൽ വെറും 3 പേരേ ഉള്ളൂ. പക്ഷേ നൂറ ഒരു തരത്തിലും ഇരിക്കാൻ കൊടുക്കത്തില്ല. ആര്യൻ്റെ തോളിലേക്ക് ചാരി കിടക്കുന്ന പോലെ ഇങ്ങനെ കിടക്കുകയാണ്. അനീഷിന് ഒട്ടും ഇരിക്കാൻ കൊടുക്കുന്നില്ല. പിന്നെ അനീഷ് ഡ്രൈവർ സീറ്റിലാണ് ഇരിക്കുന്നത്. അനീഷിനെ തള്ളി അനീഷിൻ്റെ ഡോർ എപ്പോഴും തുറക്കുന്നുണ്ട്. ഡോറ് ലോക്ക് ചെയ്തപ്പം ഈ നൂറയ്ക്ക് വേണ്ടി വെറും വൃത്തികെട്ട കളി കളിക്കുന്ന ആദില ബാക്കിലിരുന്നിട്ട് ആ ഡോറിൻ്റെ ലോക്ക് ഇങ്ങനെ ഊരിക്കൊണ്ടേയിരിക്കുകയാണ്. ലോക്ക് മാറ്റും തോറും ഡോറ് തുറക്കുന്നു. അതിൽ എത്ര പ്രാവശ്യമാണെന്നറിയാമോ ആ ഡോറ് ലോക്ക് മാറ്റിയിട്ടിടുന്നത്? കാരണം ഡോറ് തുറന്ന് അനീഷ് പുറത്ത് വീഴണം. അപ്പോൾ ആ ടാസ്കിൽ നിന്ന് അനീഷ് ഔട്ടായി. പക്ഷേ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ സേഫാവും, സുഖമായിട്ട് എത്ര സമയം വേണമെങ്കിലും കാറിലിരിക്കാൻ. ഫ്രണ്ട് 2 പേര് മാത്രമേ ഉള്ളൂ, അത് ആര്യനും നൂറയും മാത്രമാണ്. അപ്പോൾ അവർ 2 പേരും ഫസ്റ്റ് സെക്കൻഡുമായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തോടെ അതിലിരുന്നിട്ട് പുറകിലിരുന്നിട്ട് ഈ പണി ചെയ്യുന്നത്. പക്ഷേ അനുമോൾ കുറേ സമയമൊക്കെ മിണ്ടാതിരുന്നു. ഈ ഒരു ക്രൂരത കണ്ടിട്ട് അനുമോൾ പറഞ്ഞു, നിങ്ങളോടൊക്കെ ലജ്ജ തോന്നുകയാണ്, എന്തിന് നിങ്ങളിങ്ങനെ ചെയ്യുന്നു? നിങ്ങളെപ്പോലുള്ള ഒരു ടാസ്ക് ചെയ്യേണ്ടുന്ന ഒരാളല്ലേ അയാൾക്ക് ടാസ്ക് ചെയ്യാൻ പറ്റത്തില്ലേ? നിങ്ങളെന്താ ഇങ്ങനെ ചെയ്യുന്നത്? നിങ്ങളുടെ ഗെയിം കളിക്കുക, മറ്റൊരാളെ എന്തിനാ ഇങ്ങനെ ദ്രോഹിക്കുന്നത് എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട്. അനീഷിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഇന്ന് സംസാരിച്ച അനുമോളാണ്. അനുമോൾ സംസാരിക്കുന്ന കണ്ടിട്ട് ആദിലെ നൂറയും പറഞ്ഞിട്ട്, നീ നന്മമരം കളിക്കാതെ മിണ്ടാതിരുന്നാൽ മതി, നിന്നോട് ആരും ഒരു അഭിപ്രായം ചോദിച്ചില്ലെന്നൊക്കെ പറയുന്നുണ്ട്. ചെറുതായിട്ട് ആദിലയും അനുമോളും നൂറയൊക്കെ ഉടക്കുന്നുണ്ട്. നൂറ പറയുന്നുണ്ട്, അനുമോൾ നന്മമരം കളിക്കേണ്ട, മിണ്ടാതങ്ങ് ഇരുന്നാൽ മതി എന്നൊക്കെ പറയുന്നു. ഈ ആര്യൻ ഇരുന്നിട്ട് എന്തൊക്കെ പ്രവൃത്തിയാണ് ചെയ്യുന്നതെന്നറിയാമോ? നൂറയ്ക്ക് വേണ്ടി പറയുന്നു ഇയാളൊരു വെറും വൃത്തികെട്ട മനുഷ്യനാണ് അനീഷെന്ന് വരെ പറഞ്ഞു.